കുഞ്ഞാ പഠിത്തം എന്താ? സമയം എത്രയാണെന്നറിയോ? 2 മണി കഴിഞ്ഞ്. എന്താക്കുന്ന? ചിക്കൻ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ റൈസിലടാ. മറ്റേ എന്തോ കുതിരവാലി എന്ന് പറഞ്ഞാൽ കുതിരവാലി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുതിരവാലി മില്ലറ്റ് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു മില്ലറ്റ് ചിക്കൻ റൈസ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, വെള്ളത്തിലൊന്നും തിരിച്ചല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു പൊടിക്കൈ പറഞ്ഞത്. അതായത് കുക്കറിൽ മില്ലറ്റ് വെച്ച് കഴിഞ്ഞാല് അത് സൈസ് ചെറുതായതുകൊണ്ട് അത് പുറത്തോട്ട് വരും. അതിന് വരെ ഒരു ഇതുണ്ട്, പൊടിക്കൈയുണ്ട്. അപ്പം മില്ലറ്റ് ഫസ്റ്റ് ആക്കണം, പിന്നെ ചിക്കൻ മസാലയൊക്കെ ആക്കി കിടിലായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്കൊരു ചിക്കൻ മില്ലറ്റ് ഹെൽത്തി റെസിപ്പി അല്ലേ? അപ്പം പൊളിക്കും. അതാണ് ഉദ്ദേശിച്ചല്ലേ? ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, എന്നാ പഠിത്തം നടക്കട്ടെ. കഴി വൃത്തിയാക്കി 3 കപ്പ് മില്ലറ്റ്, അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു കുക്കറിൽ അല്പം വെള്ളം എടുക്കുക, ഈ പാത്രം ഇറക്കി വെക്കുക, ഒരു മൂടി കൊണ്ട് മൂടുക, കുക്കർ മൂടി ഒറ്റ വിസിൽ സിമ്മിലിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ഒരു വലിയ കഷ്ണം സവാള എടുത്ത് കുനുകുനാ അരിയുക, ഒരു തക്കാളി കുനുകുനാ അരിയുക, 2 പച്ചമുളക് കുനുകുനാ എന്നരിഞ്ഞ് വെക്കുക. എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് നന്നായിട്ട് തിരുമി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്ത് വെക്കുക, തീ കത്തിക്കുക, 2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് സ്പൈസസ് വാരി ഇടുക, അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ഇട്ട് വഴട്ടുക. ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും തക്കാളി ഇടുക, മൂടി വെച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് 1 മിനിറ്റ് ഒന്നിളക്കുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് വെക്കുക. കംപ്ലീറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഒരു 15 മിനിറ്റ് സമയം അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. പിന്നെ കുക്കർ തുറക്കുക. നമ്മുടെ മില്ലറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അടുപ്പ് മാറ്റി നോക്കുക, നല്ല സെറ്റായിട്ട് വെന്തിരിപ്പുണ്ട്. ഇതെടുക്കുക, ഈ ചിക്കനിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് ഒന്ന് മസാല പൊടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വിളമ്പി കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കാം. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 200 ഗ്രാം ചിക്കനും 1/4 കപ്പ് മില്ലറ്റും ഉണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഫുഡ് റെഡി. വലിയ ബഹളമില്ല, ഒന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ സ്വല്പം തൈര്, പിന്നെ ഒരു കുക്കുംബർ ഉണ്ടെങ്കിൽ കുനുകുന അരിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല രസമായിരിക്കും. അടിപൊളി വേണം മകളെ. പൊളി ടേസ്റ്റ് ആണല്ലോ. ബിരിയാണി വെക്കാനൊക്കെ അറിയാലേ? നമ്മുടെ സാധാ ബിരിയാണി ടേസ്റ്റ് ആണോ അതോ ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ബിരിയാണി എന്ന വ്യത്യാസമുണ്ട്, റൈസിന്റെ ഒരു വ്യത്യാസം മില്ലറ്റ് ആകുമ്പോൾ. പക്ഷെ ഇത് ഹെൽത്തി ആണ്. പിന്നെ താങ്ക് യു സോ മച്ച് വിഷ്ണു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് കമന്റ് ചെയ്യൂ.